ഇത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടില്ല പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇവനാണ് ലൂണ. കാണുന്ന പോലെ അല്ല കേട്ടോ, ആള് ഭയങ്കര പാവ. നമ്മളെ കടിച്ചാലും അവൻ നമ്മളെ കടിക്കില്ല. അപ്പൊ നമ്മളെല്ലാരും കൂടെ അവിടെ ഉള്ള ഒരു കടയ്ക്ക് പോവാണ്. ആ ഏരിയ ഫുള്ള് സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണത് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ഞങ്ങൾ സംസാരിച്ച് ചിരിച്ചിരിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ കടയെത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭയങ്കര ഡീസന്റ് ആണ്. കാരണം ലൈന് നിന്നിട്ടൊക്കെ സാധനങ്ങൾ മേടിക്കുന്നത്. ഇത് പുളിമുട്ടായിന്റെ ഏതൊരു വകയിലുള്ള ബന്ധുവാണ് തോന്നുന്നു. കാരണം പുളിമുട്ടായാണോ വെച്ചാൽ അതുമല്ല, പുളിജാമാണോ വെച്ചാൽ അതുമല്ല, രണ്ടും കൂടിയുള്ള പത്തിരി പോലെ ഒരു സാധനം. പിന്നെ വീടെല്ലാം എത്തിക്കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് പൂളവറ്റിലിരുന്ന് കഴിച്ച് എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാവില്ല ഇതുപോലെ ഡോഗ്സിന് പേടിയുള്ള ഒരു ഫ്രണ്ട്. ആ ഒരാളാണ് ഇവള്. ഗൈസ്, നമ്മൾ ജിസുവിന്റെ വീട്ടിലെ കുളം കാണാൻ, വീട്ടിലല്ല നാട്ടിലത്തെ കുളം കാണാൻ പോകും. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കുളം കാണാൻ പോയി. ഇവർ രണ്ടൊരു സിറ്റിയിലായോണ്ട് ഇതൊക്കെ അവർക്ക് പുതിയ അനുഭവങ്ങളാണ്. പിന്നെ ഇതിലൊരാള് ചെന്നൈയിലാണ്. വലിയ പാമ്പിന്റെ വല കണ്ട് നോക്കി നിൽക്കണം അവര്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീടെത്തി. ലൂണ ടയേർഡായിട്ടിരിക്കുകയാണ്. പോയി വന്നോ ഒരു ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ കഴിച്ചു. പിന്നെ ഫ്രണ്ടിന്റെ അമ്മ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അകത്താക്കിയിട്ട് ഞങ്ങൾ ലൂണയ്ക്കും ബൈ പറഞ്ഞ് അമ്മയ്ക്കും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ബസ് കയറി എന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞാൻ ഇന്നലെ പോയിട്ട് ഇന്നാണ് വരുന്നത്. സോ അവന്റെ റിയാക്ഷൻ നോക്കാം. ഭൂമി വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല. രാവിലെ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകുന്നേരം വരും. അങ്ങനെ കുറച്ച് നേരത്തേക്ക് കാണാതിരിക്കാന്നല്ലാതെ ഇതുപോലെ ഒരു ദിവസമൊന്നും കാണാണ്ടിരിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനെയും അവൻ എന്നെയും നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നത്തേനേക്കാളും ഒരുപാട് സ്നേഹപ്രകടനം അവൻ കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ പപ്പീസ് ഡോഗ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മുന്നൊരു പപ്പി ഉണ്ടായിരുന്നു. അവൾ പോയതിനു ശേഷം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭൂമി എന്റെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. അപ്പൊ ഇവന് പേര് സെലക്ട് ചെയ്യുമ്പോൾ ഇവനാണ് എന്റെ എല്ലാം. അങ്ങനെ മീൻ ചെയ്യുന്ന എന്തെങ്കിലും പേര് വേണമായിരുന്നു ഇവനെ ഇടാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഭൂമി എന്നുള്ള പേരിലോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ അന്നോട്ട് ഇന്ന് വരെ ഇവനാണ് എന്റെ ഭൂമി. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.